ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വയനാട്ടിൽ ലോഡ് ഇറക്കിയിട്ട് മൈസൂർക്കാണ് വന്നത്. അടുത്ത ലോഡ് നാട്ടിൽ ലോക്കൽ പോകാമെന്ന് കരുതിയിട്ട് ഈ SIR നമ്മളെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊന്ന് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ലോക്കലെടുത്ത് നാട്ടിൽ പോയിട്ട് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് നമ്മൾ മൈസൂർക്ക് വന്നതാണ് ലോഡ് ഇറക്കിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർ ബായിൻ്റെ അടുത്താണ് വന്നത്. സ്റ്റാർ ബായിൻ്റെ അടുത്ത് നമുക്ക് ലോഡായിട്ടുള്ളത് നമുക്ക് അരി ലോഡാണ് ആയത്. ബന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കയറ്റാനാണുള്ളത്. അത് നമുക്ക് 1100 റുപ്യ ടണ്ണിന് നമുക്ക് 2 ഡെലിവറി, ഒന്ന് പാണ്ടിക്കാട് ഒന്ന് പെരിന്തൽമണ്ണ, അങ്ങനെയാണ് നമുക്ക് ലോഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിയിക്കുക. ഓക്കെ. അപ്പം നമ്മളെ മില്ലിലെത്തിയിട്ടുണ്ട്, റൈസ് മില്ലിലെത്തിയിട്ടുണ്ട്. ഇത് ബന്നൂർ പിന്നെ മാണ്ഡ്യ റൂട്ടിലാണ് നമ്മളെ മില്ല് വരുന്നത്. ഫുസൈൽ ട്രഡേഴ്സ് എന്നാണ് റൈസ് മില്ലിൻ്റെ പേര്. നിർത്തി കൊടുത്തിട്ടുണ്ട്. അരി ചാക്കാക്കി കയറ്റാം, നിറച്ച് വെച്ചിട്ടില്ല, നിറച്ച് കയറ്റാം. ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ലോഡിങ് 1 2 3 4 5 6 7 8 9 11 ലൈന് 6 വെച്ച് അടിക്കുന്നു. റെഡി ടു കുക്ക്, നല്ല അടിപൊളി കാറ്റഗറിയാണ്. ലോഡിങ് നടന്നുകൊണ്ട് കാണട്ടോ. നേരം 3 മണി ഇതാ കഴിഞ്ഞു. 11 മണി 10:45 ലോഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ മടിയന്മാരാണ് തോന്നുന്നുണ്ട് ഇവിടുത്തെ പണിക്കാർ. ഇപ്പോൾ നോട്ടക്കാരും, ഓണർമാരില്ല, റൈറ്റർമാരില്ല, പണിക്കാർ മാത്രമേ ഉള്ളൂ. വളരെ സ്ലോ. ഇത്ര സമയമായിട്ട് ഇതാ 5ാമത്തെ ലൈനാണ് ലോഡായിക്കൊണ്ടിരിക്കുന്നത്. 1 2 3 4 5ാമത്തെ ലൈൻ കേട്ടോ. ഇനി 6 ലൈന് ബാക്കിയാണ് ലോഡിങ്. 11 മണി 11 മണിക്ക് തുടങ്ങിയതാണ്. നല്ല രീതിയിലാണെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയി 3 മണിക്കൂർ ലോഡ് ആയിക്കിട്ടും. വളരെ സ്ലോ പണിക്കാർ. ഈ ഫോറസ്റ്റ് അടവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നതാണ്. നമ്മളെന്നല്ല എല്ലാവരും സംബന്ധിച്ച് അത് കാട് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ദിവസമാണ് നമുക്ക് നഷ്ടപ്പെടുക. ആ ഒരു കാട് കാരണം, ഫോറസ്റ്റ് അടവ് കാരണം. നമ്മൾ ലോഡിങ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ അടുത്ത് ഇതാ അവിടെ ഒരു ചെറിയൊരു കനാലുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ നേടുന്നേ കുളി കഴിഞ്ഞിങ്ങനെ നിൽക്കുക. ഐസ്ക്രീമല്ല, സോപ്പിൻ്റെ ബോക്സ് കേട്ടോ. നമുക്ക് എപ്പോഴും എന്നും എല്ലായിടത്തുനിന്നും ഇങ്ങനെ കുളിക്കാനൊരു സൗകര്യം കിട്ടില്ല. അപ്പോൾ കിട്ടണ സൗകര്യത്തിൽ വേഗം ഒന്ന് കുളിച്ചാൽ അത് കഴിഞ്ഞ് കിട്ടും. ഇപ്പോൾ ലോഡിങ്ങിന് സമയമുണ്ടല്ലോ, നമ്മൾ കുളി വേഗം കഴിച്ചതാണ്. നല്ല വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ചെറിയ തോടാണ്, കൃഷിക്ക് മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കേണ്ട ചെറിയ തോട് വെട്ടി ഉണ്ടാക്കണ്ട. പകുതിയിലധികം ആയിട്ടുണ്ട് ലോഡ്. പെട്ടെന്ന് തീർന്നാൽ പോകുന്ന കാർഡ് പാസ്സായി കിട്ടിയാൽ നമുക്ക് 2 ഡെലിവറി ഉള്ളതാണ്. അപ്പോൾ പിന്നെ നാളെ 2 ഡെലിവറി കൊടുക്കാം. രാവിലെ ഒന്നും ഉച്ചയ്ക്ക് ശേഷം ഒന്നുമായിട്ട്
പണിക്കാർ ഭയങ്കര സ്ലോ ആയിപ്പോയി, ഏതാണ്ടായത്. എത്ര സമയം വേണ്ട കയറ്റാൻ. അപ്പം നമ്മൾ ലോഡിങ് എടുത്ത കമ്പം ചുട്ട് തിന്നാണ്. നേരം ഇവിടെ കണ്ടില്ലേ, 5 മണി കഴിഞ്ഞു. മാക്സിമം 5:30 ഇവിടുന്ന് വണ്ടി പുറപ്പെടണം, എന്നാലും നമുക്ക് കാട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നോക്കണ്ട. നമുക്ക് 2.5 അട്ടിമണി ബാക്കിയുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് പോയിട്ട് 2 മണിക്കൂർ കൊണ്ട് തീരൂല അത്. സ്റ്റോക്ക് ഉണ്ടായതിൻ്റെ അരിയൊക്കെ നിറച്ചിട്ടോ. ഇനി സാധനം ചാടി നിറഞ്ഞിട്ട് വേണം. അതാ ഒരു രാവിലെ തന്നെ ഒന്ന് ഉഷാറായിട്ട് പണിയെടുത്തുകണമെങ്കിൽ ഉഷാറായി, ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ഇന്ന് കാട്ടിൽ പോയി കിടക്കേണ്ടി വരും. ഇനി നാളെ പകൽ നമ്മൾ പൂക്കറക്കും. അപ്പോൾ ഞാനിങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങിയതാണ് ഒരു ചായ കുടിക്കാൻ. ഞാനൊരു കാലിച്ചായ കുടിച്ചു. കാക്കാക്ക് പിന്നെ ചായക്ക് വലിയ താല്പര്യമില്ല. കാക്ക ഒരു പെപ്സി തംസപ്പ് ഇങ്ങനെ എൻ്റെ ഒരാളാണ്. അപ്പോൾ കാക്കാക്ക് ചെറിയ തംസപ്പ് വേണം. നമ്മൾ ഈ റോഡിന് ഒരു 200 മീറ്റർ ഉള്ളിൽ പോയിട്ടാണ് നമ്മളെ കമ്പനി വരുന്നത്. ഉള്ള കന്നഡയാണ്. ഒന്നും വായിച്ചാലും തിരിയില്ല. നമ്മളെ സിനിമാ നടൻ രമേശ് പിഷാരടി പറഞ്ഞ മാതിരി ഉള്ളിൽ ജിലേബി ചുട്ട് വെച്ചിരിക്കുന്ന പറഞ്ഞമാതിരിയാണ്. എഴുത്ത് നല്ല ഒരു സ്കൂളുണ്ട് ഇവിടെ. എന്തൊക്കെയോ ചെറിയ തൈകളൊക്കെ കാണാണ്ട്. എന്താണോ കൃഷി, ചെറിയ കുഞ്ഞി തൈകളാണ്. ഇവിടെയാണ് നമ്മളെ കമ്പനി വരുന്നത്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ അതാ നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോയപ്പോഴത്തെ അതേ അവസ്ഥ തന്നെ ലോഡിങ്. അതിന് മേലക്കൊരു ചാക്കും വന്നിട്ടില്ല. ഇന്നത്തെ കാര്യം സോഹയാണ്. ഇതാണ് നമ്മൾ എൻട്രി ഗേറ്റ്. ഇവിടെയാണ് നമ്മൾ കനാലിട്ടോ. പിന്നെ അപ്പുറത്ത് നേരത്തെ കുളിച്ച അങ്ങനെ അതാ ലൈനിങ്ങനെ കാണുന്ന ഒരു കോൺക്രീറ്റിൻ്റെ ഇത് കാണുന്നില്ല, അതാണ്. മോഹൻലാലി ജംഗ ജഗ ജഗ മോഹൻലാലി ഉപ്പുമാവില്ല. ഉപ്പുമാവ് ഞാൻ കൊട്ടി, അതിന് ചെറിയൊരു വലിച്ചിലുണ്ട്. നല്ല രാത്രി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നു, അതാണ് ഇപ്പോൾ ചോദിക്കണത്. അത് രാവിലെ ഞങ്ങൾ കഴിച്ചിരുന്നു. ഇപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് ചെറിയൊരു വലിച്ചില്ല. അപ്പോൾ ഞാൻ ഒഴിവാക്കി. കുറച്ചുള്ളായിരുന്നു. കോഴിക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. കോഴിക്കളൊക്കെ അത് കഴിച്ച് പോയി. ഇവിടെ നമ്മൾ സ്വീപ്പാക്കിയില്ലാക്കാം. ഇവിടെ നമ്മൾ സ്വീപ്പാക്കിയില്ലേ എന്ന് പറയാം. പൈസ എടുക്കുക. ഇതാ അപ്പോൾ രാത്രി 9:30 മണി. ലോഡിങ് ഇപ്പോഴാണ് ഫുള്ള് തീർന്നത് കേട്ടോ. പുലിയെടുത്ത് പിരിച്ചുകൂടി. കുറച്ച് ഭാഗം ഞാൻ പായ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പകുതിക്ക്. അപ്പം ഞാൻ പായ ഇടട്ടെ. അപ്പോൾ പണിക്കാരെ കൂലി കൊടുത്ത് ഇതാ ഞാൻ പായ ഇങ്ങനെ പകുതി നേരത്തിട്ട് വെച്ചതാ. ഇനി ബാക്കി നിർത്തട്ടെ. ഒരു 9:30 മണിയായി. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ തൊട്ട് പെടല്ല.
രാത്രിക്കത്തെ ഫുഡ് എഗ് റൈസും മീൻപൊരി 10:45 മോനെ ഒരു ദിവസം പോയി കിട്ടി. അപ്പം നമ്മൾ ഫോറസ്റ്റിലെത്തിയിട്ടുണ്ട്. ഫോറസ്റ്റിന് 1:20 രാവിലെ 6 മണിക്ക് കാട് തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം. അപ്പം ഇനി വേഗം കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ സമയം 6 മണി. ബോർഡർ തുറക്കണ തിരക്കാണ്. അപ്പോൾ നിർത്തുമ്പോൾ വണ്ടികൾ കുറവേ കയറും, പിന്നെ അങ്ങോട്ട് വണ്ടി നിറയും. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തേണ്ട പട്ടിക്കാട്, ചുങ്കം പട്ടിക്കാട് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഒരു ഷോപ്പ് വരുന്നത്. നമ്മൾ കേരള ട്രേഡേഴ്സിൻ്റെ ആണ്. ഒരു 2-3 മുറി വലിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് വേറെ ഷോപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. അങ്ങനെ 3 ഉണ്ട്. 2 സ്ഥലത്ത് എന്തായാലും ഇറക്കേണ്ടി വരും. 3 ആവുമെന്നില്ല, അറിയില്ല. ഓരോ ഗോഡൗണുകളാണ്. അപ്പം ഞാൻ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഷോപ്പ്. അപ്പോൾ അവരെ അടുത്ത ഷോപ്പ് കേട്ടോ. അതിന് നേരെ തൊട്ട് മുമ്പ് തന്നെയാണ്. ഒരു 50 മീറ്റർ പോന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതാണ് അവരടുത്ത ഗോഡൗൺ. അവിടെ നിർത്തിക്കണം. അവിടെ നമ്മൾ ലേശം 20 ചാക്ക് ഇറക്കിയിട്ടുള്ളൂ.
ഇനി 250 ചാക്ക് മൊത്തം അവിടെയും ഇവിടെയും കൂടെ ആയിട്ട് ഇറക്കണം. ബാക്കി 250 ചാക്ക് നമുക്ക് പോലെ അടുത്തൊരു ഗോഡൗണിൽ പോയി ഇറക്കണം. അപ്പോൾ അവരുടെ തന്നെ 3ാമത്തെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. കേരള ട്രഡേഴ്സിൻ്റെ ഇതാണ് ഏറ്റവും വലിയ ഗോഡൗൺ കേട്ടോ. അവിടെ ഈ വിധം അരികളൊക്കെ ഇവിടെ കിട്ടും. മണിമുത്ത്, മെഹന്തി, മാണിക്കം, ഹണി റോസ്, യാസ്മീൻ, വയലോരം. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി കാലിയാവും. ആലുങ്ങൽ പീടികപ്പടി, പട്ടിക്കാട് ആണ് സ്ഥലം വരുന്നത്. പകുതി അവിടെ രണ്ടിടത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പകുതി ഇവിടെ ഇറങ്ങും. അതിങ്ങനെ ഇറക്കാനുള്ള സ്ഥലം റെഡി ആയി കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലോഡ് ഇറക്കിയിട്ട് നമ്മൾ നാട്ടിൽ പോകണം. അടുത്ത ലോഡ് ഇൻഷാല്ലാ നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.